Hello everyone, welcome to Disha Academy. നമ്മുടെ യൂട്യൂബിൻ്റെ ഫ്രീ സീരീസ് ആയിട്ടുള്ള RRB ALPയുടെ പൈലറ്റ് ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. 2024-25 വർഷത്തിൽ പ്രധാനപ്പെട്ട വന്ന അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കി പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2024-25 അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഇൻഡിവിജ്വൽസ് വെയർ ഓണേർഡ് വിത്ത് പത്മവിഭൂഷൺ ഇൻ 2025? എത്ര ആൾക്കാർക്കാണ് നമ്മുടെ പത്മവിഭൂഷൺ കിട്ടിയത്? 2025 എന്ന് പറയുന്ന ഒരു ടൈം ലൈൻ എടുക്കുമ്പോൾ എത്ര പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയതെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ഈ ഒരു സോണിൽ തന്നെ അവാർഡ്സ് ചോദിക്കുമ്പോൾ അവാർഡ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. കാരണം പത്മ അവാർഡ്സ് എന്താണ്? നമ്മുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സിൽ പെടുന്ന അവാർഡാണ് അല്ലേ. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സിൽ ഒന്നാമത്തത് ഏതാണ്? ഭാരത് രത്നയും രണ്ടാമത് നിൽക്കുന്നതാണ് പത്മ അവാർഡ്സും അല്ലേ, പത്മ അവാർഡ്സും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവേണ്ടതാണ്. പത്മ അവാർഡ്സ്, പത്മ അവാർഡ്സിലാണ് ഫസ്റ്റ് നിൽക്കുന്നത് ആരാണ്? പത്മവിഭൂഷണാണ്. പത്മവിഭൂഷൺ. രണ്ടാമത് നിൽക്കുന്നത് പത്മഭൂഷണാണ്. അത് കഴിഞ്ഞ് പത്മശ്രീ. അങ്ങനെ 3 ക്രൈറ്റീരിയ ഉള്ള 3 പത്മ അവാർഡ്സുകളാണ് ഉള്ളത് കേട്ടോ. ഫസ്റ്റ് ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഏതാണ്? പത്മവിഭൂഷൺ, രണ്ടാമത് പത്മഭൂഷൺ, അത് കഴിഞ്ഞ് പത്മശ്രീ. നിങ്ങളുടെ ആ ഒരു ലെറ്ററിൻ്റെ ഓർഡറിലെങ്കിൽ നിങ്ങൾക്ക് നോക്കി പോകാം. വിഭൂഷൺ, ഭൂഷൺ, ശ്രീ. ആ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ പത്മ അവാർഡ്സ് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് 1954 കേട്ടോ. 1954 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇയർലി കൊടുക്കുന്ന ഒരു അവാർഡായിട്ടാണ് ഇത് പറയുന്നത്. പത്മ അവാർഡ്സ് പ്രസന്റ് ചെയ്യുന്ന ആരാണ്? റിപ്പബ്ലിക് ഡേയുടെ ആ ഒരു അനൗൺസ്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പത്മ അവാർഡ്സ് റിലീസ് ചെയ്യുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ഇത് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം പത്മ അവാർഡ്സിന്റെ കാര്യത്തിൽ. അപ്പോൾ ഈ വർഷത്തെ 2025 പത്മവിഭൂഷൺ കിട്ടിയത് ആർക്കൊക്കെ എന്നാണ് ചോദിക്കുന്നത്. പത്മവിഭൂഷൺ മൊത്തത്തിൽ പത്മ അവാർഡ്സ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എത്ര അവാർഡ്സ് ആണെന്ന് ചോദിക്കാറുണ്ട്. എത്രയാണ്? 139 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 139 അവാർഡ്സ് ആണ് പത്മ കാറ്റഗറിയിൽ പോയിരിക്കുന്നത്. പത്മ അവാർഡ്സ് എന്ന കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 139 എണ്ണമാണ് ടോട്ടൽ, ഓൾ ഇൻ ടോട്ടൽ ഉള്ളത് കേട്ടോ. അതിലിനി പത്മവിഭൂഷൺ എത്രയാണ്, പത്മഭൂഷൺ എത്രയാണ്, പത്മശ്രീ എത്രയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ പത്മവിഭൂഷണാണ് ചോദിച്ചത്. എത്രയാണ്? 7 ആണ് കേട്ടോ. 7 ആണ് വിഭൂഷണിന് കിട്ടിയിരിക്കുന്നത്. 7 ആൾക്കാർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയതെന്ന് മനസ്സിലാക്കിക്കോളുക. എത്ര പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19 പേർക്കാണ് പത്മഭൂഷൺ കിട്ടുന്നത് കേട്ടോ. 19 പേർക്കാണ് പത്മഭൂഷൺ കിട്ടുന്നത്. എത്ര പേർക്ക് പത്മശ്രീ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 113 പേർക്കാണ് പത്മശ്രീ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്പർ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. കാരണം എങ്ങനെ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാനുള്ള ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 113, അങ്ങനെ ആകെ മൊത്തം പത്മ അവാർഡ്സ് 139. ആ നമ്പേഴ്സ് കാണാതെ പഠിച്ചോളുക. ഓക്കെ, പത്മ അവാർഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഈ പത്മ അവാർഡ്സ് 1954 സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആനുവലി കൊടുക്കുന്ന അവാർഡാണ് ഇതെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ആനുവലി കൊടുക്കുന്ന ഇടയിൽ പത്മ അവാർഡ്സ് 4-5 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രപ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇൻട്രപ്റ്റ് ആയെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ആ ഇയേഴ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. 1978, 1979, അതുപോലെ 1993 തൊട്ട് 1997 വരെ ഇത്രയും ടൈം എന്ത് നടത്തിയിട്ടില്ല? പത്മ അവാർഡ്സ് കൊടുത്തിട്ടില്ല. അന്നത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് 1978, 1979, 1993 തൊട്ട് 1997 വരെ എന്ത് ചെയ്തു? പത്മ അവാർഡ്സ് കൊടുത്തിട്ടില്ല. ഇൻട്രപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഇൻട്രപ്ഷൻ നടന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇൻട്രപ്ഷൻ നടന്നതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ മനസ്സിലാക്കുക. അപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയത് എത്ര പേർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ആണ്. ഇനി പത്മഭൂഷൺ ചോദിച്ചറിയാലോ 19, പത്മശ്രീ ചോദിക്കുകയാണെങ്കിൽ 113. ഓക്കെ, ഇനി ഈ പത്മവിഭൂഷൺ കിട്ടിയ 7 പേര് ആരെന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഈ 7 എണ്ണം ആർക്കൊക്കെ കിട്ടിയെന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ആ 7 പേരുടെ പേരും പഠിക്കണം, അയാളുടെ ഫീൽഡും പഠിക്കണം കേട്ടോ. അതായത് അവരുടെ പേരും പഠിക്കണം, അതുപോലെ അവരുടെ എന്തും പഠിക്കണം? ഫീൽഡുകളും പഠിക്കണം. ഫീൽഡുകളും പഠിക്കണം കേട്ടോ. അത് അത്രയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോളുക. ഓക്കെ, അപ്പോൾ പത്മ അവാർഡ്സ് അനൗൺസ് ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ സമയത്താണ്. ഈ പത്മ അവാർഡ്സിൽ നമ്മൾ 139 എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഈ 139 പിന്നെയും ചോദിക്കാനുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ചോദിക്കാനുള്ള ക്രൈറ്റീരിയാസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽസ് എത്ര പേർക്ക് കിട്ടി, ഫീമെയിൽ അല്ലേ, സ്ത്രീകൾക്ക് എത്ര പേർക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്, പിന്നെ NRI കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഓവർസീസ് കാൻഡിഡേറ്റ്സ്, അതായത് ഇന്ത്യയുടെ ആൾക്കാരല്ലാത്തവർക്ക് എത്ര പേർക്ക് കിട്ടി,
NRI കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഫീമെയിൽ നോൺ റെസിഡൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എത്ര പേർക്ക് കിട്ടി, അതുപോലെ പോസ്റ്റുമസ് കാറ്റഗറിയിൽ എത്ര പേർക്ക് കിട്ടി. പോസ്റ്റുമസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മരണശേഷം എത്ര പേർക്ക് കിട്ടി. ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്പർ ബേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, നമ്പർ ബേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫീമെയിൽസിന് എത്ര പേർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്കാണ്, 23 സ്ത്രീകൾക്കാണ് പത്മ അവാർഡ്സ് 2025 കിട്ടുന്നത്. എത്ര NRI കാൻഡിഡേറ്റ്സിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 പേർക്കാണ് കിട്ടുന്നത് കേട്ടോ. എത്ര പേർക്കാണ്, 10 പേർക്കാണ് NRI കാൻഡിഡേറ്റ്സിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ പോസ്റ്റുമസ് കാറ്റഗറി, പോസ്റ്റുമസ് എന്ന് പറഞ്ഞാൽ മരണശേഷം കിട്ടുന്നത് എത്ര പേർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്കാണ്, 13 പേർക്കാണ് കേട്ടോ, 13 പേർക്കാണ്. അപ്പൊ ഈ 139 ഫീമെയിൽസ് 23 പേര്, ഓവർസീസ് അല്ലെങ്കിൽ NRI കാൻഡിഡേറ്റ്സിന് 10 പോസ്റ്റുമസ് മരണശേഷം കിട്ടിയത് 13 പേർക്കാണ്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായി തന്നെ ആലോചിച്ച് വെക്കുക. ഈ നമ്പേഴ്സ് ചോദിക്കാനുള്ള, കാരണം പത്മ അവാർഡ്സിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വേണോ വരാം, കാരണം എന്തായാലും വരും. ആ വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പറയുന്ന ആളുകൾക്ക് 7 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞു. ആ 7 പേര് ആരാണെന്ന് പഠിച്ചേ പറ്റുള്ളൂ. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ധൂർ നാഗേശ്വർ റെഡ്ഡി. ആരാണ്, ധൂർ നാഗേശ്വർ റെഡ്ഡി. നാഗേശ്വർ റെഡ്ഡി. നാഗങ്ങളൊക്കെ കടിച്ചാൽ നമ്മൾ എവിടെയാണ് പോവേണ്ടത്, മെഡിസിൻ അല്ലേ, ഡോക്ടറെ കാണണം. അപ്പോൾ ആ ആൾ ഏത് കാറ്റഗറി എന്നും കൂടെ പഠിക്കുക, മെഡിസിൻ കാറ്റഗറിയാണ്. നാഗേശ്വർ റെഡ്ഡി, ധൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ കാറ്റഗറി ആണെന്ന് കാണാതെ തന്നെ പഠിച്ചോളുക കേട്ടോ, കാണാതെ തന്നെ പഠിച്ചോളുക. ഈ 7 പേരുടെ പേരെങ്കിലും നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ ഉണ്ടായിരിക്കണം, കാരണം എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ഫീൽഡ് എന്നും എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഈ പത്മവിഭൂഷണിൽ 3 പേർക്കാണ് പോസ്റ്റുമസ്ലി അവാർഡ് കിട്ടിയത്. പോസ്റ്റുമസ്ലി എന്ന് പറഞ്ഞാൽ മരണശേഷം കിട്ടിയത്. അവരുടെ പേരാണ് ദൈ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ MT വാസുദേവൻ നായർ അല്ലേ, മരണശേഷമാണ് കിട്ടുന്നത്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡിലേക്കാണ് കിട്ടുന്നത് കേട്ടോ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഫീൽഡിലാണ് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ്. അപ്പോൾ MD നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാമല്ലോ, വാസുദേവൻ നായർ. MD വാസുദേവൻ നായർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന വർക്കിനാണ് എന്ത് കിട്ടുന്നത്, പത്മവിഭൂഷൺ കിട്ടുന്നത്. മരിച്ചതിന് ശേഷമാണ് കിട്ടുന്നത്. അതുപോലെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി എന്ന പേരിൽ നമ്മുടെ സുസുക്കിയുടെ, മാരുതി സുസുക്കി അറിയാലോ, ആ സുസുക്കിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടിരുന്ന ഒസാമു സുസുക്കി എന്ന് പറയുന്ന ആൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്, ഇത്തവണ പോസ്റ്റുമസ് ആയിട്ട് എന്ത് അവാർഡ് കിട്ടി, പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആലോചിക്കേണ്ട പേരാണ് ശാരദാ സിൻഹ. എന്താണ്, ശാരദാ സിൻഹ. ആർട്ട് എന്ന് പറയുന്ന ഒരു ഇതിലാണ് കിട്ടുന്നത്. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോജ്പൂരി മ്യൂസിക്, പാട്ടുകാരിയായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഫിലിമിലൊക്കെ പാടിയിട്ടുള്ള ആളാണ്. ഭോജ്പൂരി മൈഥിലി സോങ്സ് ഒക്കെ പാടിയ ആളാണ്. വിവാഹ് ഗീത്, ചാത് ഗീത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗീതങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അതായത് ഫിലിമിലും അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പേരും നിങ്ങൾ കൃത്യമായി ആലോചിക്കുക, ശാരദാ സിൻഹ. ആർട്ടിനാണ് കിട്ടിയത്. എന്ത് കാറ്റഗറിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂസിക്കൽ കാറ്റഗറിയാണ്. മ്യൂസിക്കൽ കാറ്റഗറിയിൽ ഭോജ്പൂരി മ്യൂസിക്, അവരുടെ ഫോക്ക് മ്യൂസിക് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക്. ഫോക്ക് മ്യൂസിക്കിൽ കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരദാ സിൻഹയ്ക്കാണ്. ശാരദാ സിൻഹയ്ക്കാണ് ഫോക്ക് മ്യൂസിക്കിൽ കിട്ടുന്നത്. മൈഥിലി ഭോജ്പൂരി മ്യൂസിക് ഒക്കെ പാടി ഫേമസ് ആയിട്ടുള്ള ആളാണ് ഈ പറയുന്ന ശാരദാ സിൻഹ. പുള്ളിക്കാരുടെ ഏറ്റവും ഫേമസ് വിവാഹ് ഗീത്, ചാത്ത് ഗീത്, ഈ മന്ത്രങ്ങളൊക്കെ പറയാം, ചാത്ത് ഗീത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ആളുടെ ഫേമസ് ആയിട്ടുള്ള കുറേ പാട്ട്, ഫോക്ക് സോങ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. വിവാഹത്തിന് വേണ്ടി പാടാൻ പറ്റുന്ന ഗീതങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളുമാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ, അപ്പോൾ ഇവരെ 3 പേരെയും പോസ്റ്റുമസ്ലി കിട്ടിയതാണെന്ന് പറഞ്ഞ് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചോണം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം അവരുടെ വർക്കുകൾ ചോദിക്കാനുള്ള ചാൻസുകളുണ്ട്, എങ്ങനെ വേണം അവർക്ക് ചോദിക്കാന്നുള്ളതുകൊണ്ട് ചാൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെ പഠിച്ചു പോകുക കേട്ടോ, അങ്ങനെ തന്നെ പഠിക്കുക. ബീഹാറിന്റെ കോകില എന്നൊക്കെയാണ് ശാരദാ സിൻഹ അറിയപ്പെടുന്നത്. എന്താണ്, ബീഹാറിലെ കോകില നൈറ്റിംഗേൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ബീഹാറിന്റെ കോകിലയായിട്ടാണ് ആരെ അറിയപ്പെടുന്നത്, ശാരദാ സിൻഹയെ അറിയപ്പെടുന്നത് കേട്ടോ. ശാരദാ സിൻഹയെ അറിയപ്പെടുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ അത്രയും പോയിന്റ്സ് അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്, ഈ പറയുന്ന ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യത്തിനും ആർട്ടിനാണ് കിട്ടുന്നത്. ആർട്ടിന് എന്ത് ആർട്ടിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യത്തിന് എന്തിനാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലിനിസ്റ്റ് ആണ് കേട്ടോ. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എന്താണ്, വയലിനിസ്റ്റ് ആണ്. കർണാടകയിൽ നിന്നുള്ള ആളാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. എന്താണ്, വയലിനിസ്റ്റ് ആണെന്ന് ആലോചിക്കുക കേട്ടോ, വയലിനിസ്റ്റ് ആണ്. ഓക്കെ, ആണാണ് കേട്ടോ, മെയിൽ കാൻഡിഡേറ്റ് ആണ്, വയലിനിസ്റ്റ് ആണ്. ശ്രീമതി കുമുദിനി രജനീകാന്ത് ലാക്കിയ എന്ന് പറയുന്ന ആൾ എന്തിന് ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിൽ എന്താണ്, കഥക്കാണ് കേട്ടോ.
കഥക് ഡാൻസർ ആണ്. കുമുദിനി രജനീകാന്ത്. കുമുദിനി കെ ഫോർ കഥക് തന്നെയാണ്. കുമുദിനി കഥക്കിലുള്ള ആളാണ് കേട്ടോ, കഥക്കിലുള്ള ആളാണെന്ന് ആലോചിക്കുക. ലാസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ശ്രീ ജഗദീഷ് സിംഗ് ഖേഹർ. ജഗദീഷ് സിംഗ് ഖേഹർ എന്തായിരുന്നു? CJA ആയിരുന്നു കേട്ടോ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് വർക്ക് ചെയ്തതാണ്. പബ്ലിക് അഫയേഴ്സിലാണ് ആർക്ക് അവാർഡ് കിട്ടുന്നത്? ഈ പറയുന്ന നമ്മുടെ ജഗദീഷ് സിംഗ് ഖേഹറിന് അവാർഡ് കിട്ടുന്നത് കേട്ടോ. CJI ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 7 പേരുകളിൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം ഈ ആള് ഇത്തവണയാണ് പത്മവിഭൂഷൺ കിട്ടിയതെന്ന്. ഓക്കെ, ഇതെല്ലാം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, വിഭൂഷൺ എന്നല്ലേ നമ്മൾ പറയുന്നത്, പത്മവിഭൂഷൺ, വിഭൂഷൺ, വി ഫോർ വിഷ്ണു ദേവൻ, ലോർഡ് വിഷ്ണു എന്ന് ആലോചിക്കുക. അപ്പം ഇവിടെ ഉള്ള പല പേരുകളും വിഷ്ണുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പേരുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ട ജഗദീശ്വരനാണ് അല്ലെ, വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് ജഗദീശ്വരൻ എന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് എന്താ ആലോചിക്കുക, ദൂർ നാഗേശ്വർ, പുള്ളിയുടെ ഇതെന്താ ഉള്ളത്, ദൈവത്തിന്റെ ഇതിൽ എന്താ ഉള്ളത്, നാഗങ്ങളുണ്ടല്ലേ, വാസുദേവൻ തുടങ്ങിയ നാഗങ്ങളുണ്ട്. അപ്പോൾ വാസുദേവൻ, വിഷ്ണുവിന്റെ മറ്റൊരു പേരാണ് കൃഷ്ണൻ, വാസുദേവൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വാസുദേവനുണ്ട്, നാഗേശ്വർ, നാഗമുണ്ട്, ജഗദീശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ കുമുദിനി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ലക്ഷ്മി ദേവിയുടെ ഒരു നെയിം പോലെയാണ്. കുമുദിനി എന്ന് പറഞ്ഞാൽ ലോട്ടസ് എന്നുള്ളൊരു അർത്ഥമാണ് കുമുദിനിക്ക് വരുന്നത്. അപ്പം അതെന്താണ്, ലോട്ടസ് സിംബലൈസ് ചെയ്യുന്നത് ആരെയാണ്? മഹാലക്ഷ്മിയാണ്. അപ്പം ലക്ഷ്മി നാരായണ ആരാണ്? വിഷ്ണുവിന്റെ ഭാര്യയാണ്. അപ്പം അങ്ങനെയൊക്കെ കുറേ വേർഡ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ വേർഡ്സ് നിങ്ങൾക്ക് കണക്ട് ആവണം. നിങ്ങൾ അങ്ങനെ വേണം GK പഠിക്കാനായിട്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എപ്പോഴും കാണാപ്പാഠം പഠിക്കാണ്ട് എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മെമ്മറിയിൽ നിൽക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. അപ്പം നാഗങ്ങള് വാസുദേവൻ, ജഗദീശ്വരനാണ്, ഭാര്യയായിട്ടുള്ളത് ലക്ഷ്മി നാരായണനാണ്, കുമുദിനിയാണ് കയ്യിലുള്ളത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന ശാരദ എന്ന് പറയുന്നത് ഈ ലോട്ടസ് ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക? ശാരദ എന്ന് പറഞ്ഞാൽ സരസ്വതിയുടെ മറ്റൊരു പേരാണ്. ഇപ്പം ശാരദ സിൻഹ എന്ന് പറയുന്ന പേര് അങ്ങനെയും ആലോചിക്കുക, ദൈവമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക, ശാരദയാണ്. പിന്നെ ഒസാമ സുസുക്കിയെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോണം കേട്ടോ. സുസുക്കി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കാർ അത്രയും ഫേമസ് ആയതുകൊണ്ട് തന്നെ ഒസാമ സുസുക്കി 40 വർഷമായിട്ട് സുസുക്കിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തുടരുകയായിരുന്നു. അങ്ങനെയാണ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ സുസുക്കി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അത്രയും പേരുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി KL Ratna അവാർഡ്സ് വെയർ ഗിവൺ ഇൻ 2025? എത്ര KL Ratna അവാർഡാണ് 2025 കിട്ടിയെന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. എത്ര KL Ratna അവാർഡ്സ് എത്രയാണ് കിട്ടുന്നതെന്നൊന്ന് ആലോചിച്ച് പറഞ്ഞേ. KL Ratna അവാർഡ്സ് 4 എണ്ണമാണ് കിട്ടുന്നത് കേട്ടോ. 4 എണ്ണമാണ് KL Ratna അവാർഡ്സ് കിട്ടുന്നത്. KL Ratna എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡാണ് കേട്ടോ. മേജർ KL Ratna അവാർഡ്, മേജർ ധ്യാൻചന്ദ് KL Ratna അവാർഡ് എന്നാണ്. ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ആയിട്ടാണ് പറഞ്ഞത്. സ്പോർട്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡായിട്ടാണ് ഇതിനെ കാണുന്നത്, KL Ratna അവാർഡ്. എന്തായിട്ടാണ് പേര് മാറ്റിയത്? രാജീവ് ഗാന്ധി KL Ratnയെ മാറ്റിയിട്ട് ഇപ്പോൾ മേജർ ധ്യാൻചന്ദ് KL Ratna അവാർഡായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ. മേജർ ധ്യാൻചന്ദ് KL Ratna അവാർഡായിട്ടാണ് അറിയപ്പെടുന്നത്. 2021 റീനെയിമിംഗ് നടക്കുന്നത് അല്ലേ. 2021 ആണ് ഇതിന്റെ പേര് മാറ്റി ധ്യാൻചന്ദ് ആക്കി മാറ്റിയിരിക്കുന്നത്. ധ്യാൻചന്ദ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണറാണ്. 2ാം സ്ഥാനത്താണ് ഏതുള്ളത്? അർജുന അവാർഡ് ഉള്ളത് കേട്ടോ. അർജുന അവാർഡ് ആദ്യം KL Ratnയും 2ാമത് അർജുന അവാർഡുമാണ്. മറ്റതിൽ നമ്മൾ ഭാരത് രത്നയാണ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ എന്ന് പറഞ്ഞ്, 2ാമത്തതാണ് പത്മ അവാർഡ്സ്. അതുപോലെയാണ് ഇതിലും ഫസ്റ്റ് നിൽക്കുന്നത് KL Ratnയും, 2ാമത് അർജുന അവാർഡുമാണ് കേട്ടോ. ഓക്കെ, ആ ഒരു പോയിന്റ് ആലോചിക്കുക. അപ്പം 4 പേർക്കാണ് കിട്ടിയത്. 4 പേരുടെ പടം നിങ്ങളിൽ പലർക്കും ഫേമസ് ആയിട്ടുള്ള പടങ്ങളാണ് അല്ലേ. ഒന്നാരാണ്? ഡി ഗുഗേഷ് ആണ് അല്ലേ. ഡി ഗുഗേഷ് നമ്മുടെ വേൾഡിലെ യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ എന്നറിയപ്പെടുന്ന 18 വയസ്സിൽ തന്നെ ലോക ചാമ്പ്യനായ ആളാണ് ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. ദൊമ്മരാജു ഗുഗേഷ് എന്ന് പറയുന്നത് അല്ലേ. ചെസ്സാണ് ഫീൽഡ്, ചെസ്സിന് വേണ്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരാൾ ആരാണ്? KL Ratna അവാർഡ് കിട്ടിയ 4 പേരിൽ ഒരാൾ ഡി ഗുഗേഷ് ആണെന്ന് മനസ്സിലായി അല്ലേ. ഡി ഗുഗേഷ് ആണെന്ന് മനസ്സിലായി. അടുത്ത് 2ാമത്തെ ആൾ ആരാണ്? യങ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഡി ഗുഗേഷ്. ആർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു ആ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത്? ഡിങ് ലീറൻ എന്ന് പറയുന്ന ആളല്ലേ. ഡിങ് ലീറൻ അല്ലേ, അങ്ങനെയല്ലേ പേര്. ഓപ്പോസിറ്റ് നിന്ന ആളുടെ ഡിഫൻഡ് ആയിട്ട് നിന്ന് ഡിങ് ലീറൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ആ പോയിന്റ് അവിടെ ആലോചിക്കുക. ഇനി അടുത്ത് ഇതാരാണ്? മനു ഭാക്കർ അല്ലേ. മനു ഭാക്കർ നമ്മുടെ ഷൂട്ടിങ്ങില് ഒളിമ്പിക് മെഡൽ ജേതാവായ അല്ലേ. മനു ഭാക്കർ എന്ന് പറയുന്ന ആളാണ് ഷൂട്ടിങ്ങിൽ 2 മെഡലായിട്ട് ഒളിമ്പിക് ഗെയിംസ് കിട്ടിയ ആളാണ്. 2 ബ്രോൺസ് മെഡൽ ഗെയിമിൽ കിട്ടുന്ന ആളാണ് അല്ലേ. മനു ഭാക്കർ എന്ന് പറയുന്ന ആൾക്കും KL Ratna അവാർഡ് കിട്ടി. KL Ratna അവാർഡ് കിട്ടുന്നതിന് മുമ്പ് എന്തും കൊടുക്കാറുണ്ട്? അർജുന അവാർഡും കൊടുക്കാറുണ്ട്. 2020 എന്തും കിട്ടിയിട്ടുണ്ടായിരുന്നു? അർജുന അവാർഡും കിട്ടി കേട്ടോ. അതും കൂടെ ആലോചിക്കുക. അർജുന അവാർഡ് മനു ഭാക്കറിന് എപ്പോഴാണ് കിട്ടുന്നത്? അർജുന അവാർഡ് 2020 കേട്ടോ. 2020 അർജുന അവാർഡ് മനു ഭാക്കറിന് കിട്ടി. ഇപ്പോഴാണ് KL Ratna അവാർഡ് കിട്ടുന്നത് 2025.
ഓക്കെ, ഇനി അപ്പോൾ അടുത്ത് പറയാനുള്ളത് എന്താണ്? ഷൂട്ടിങ്ങിലാണെന്ന് അറിയാമല്ലോ, പിസ്റ്റോൾ ഷൂട്ടിങ്ങിലാണ് കിട്ടിയത്. ഒന്ന് സിംഗിൾ കാറ്റഗറിയിൽ, ഒന്ന് എന്താണ് ഒരുമിച്ചുള്ള കാറ്റഗറി അല്ലേ. സിൽവർ മെഡൽ കിട്ടുന്നത് എന്തിനാണ്? ഡുവൽ ആയിട്ട് ഡബിൾ ആയിട്ട് കളിക്കുന്നതിനാണ് കിട്ടുന്നത്. ഇനി അടുത്ത് ഇതാരാണ്? ഹോക്കിയല്ലേ കയ്യിലിരിക്കുന്ന ആരായിരിക്കും? ഹർമൻ പ്രീത് സിംഗ് ആണ് അല്ലേ. ഹർമൻ പ്രീത് സിംഗ് ആരായിരുന്നു? നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലേ, ഹോക്കിയുടെ ക്യാപ്റ്റൻ ആണ്. അപ്പം ഹർമൻ പ്രീത് സിംഗ് ആണ് ക്യാപ്റ്റൻ, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഒളിമ്പിക്സിലൊക്കെ കൊണ്ടുപോയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശസ്തി ആർക്ക് കിട്ടുന്നത്? ഹർമൻ പ്രീത് സിംഗിന് കിട്ടുന്നത്. ഹർമൻ പ്രീത് സിംഗിന് എപ്പോഴാണ് അർജുന അവാർഡ് കിട്ടിയതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. എപ്പോഴാണ്? 2021 കേട്ടോ. 2021 ഹർമൻ പ്രീത് സിംഗിന് എന്ത് കിട്ടുന്നത്? അർജുന അവാർഡ് കിട്ടുന്നത്. മനു ഭാക്കറിന് 2020 അർജുന അവാർഡ് കിട്ടുന്നത്. ഹർമൻ പ്രീത് സിംഗിന് 2021. പിന്നെ ഈ ലാസ്റ്റ് കാണുന്ന ആൾ ആരാണ്? ഈ ലാസ്റ്റ് കാണുന്ന ഈ ഫേസ് ആരുടെയാണ്? ഈ ഫേസ് ആരുടെയാണ്? ഇതാരാണ്? ഇത് പാരാ ഒളിമ്പിക് മെഡൽ കിട്ടിയ പ്രവീൺ കുമാർ ആണ് കേട്ടോ. ആരാണ്? പ്രവീൺ കുമാർ. പ്രവീൺ കുമാർ എന്താണ് കാറ്റഗറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ജമ്പ് ആണ് കേട്ടോ. ഹൈ ജമ്പ് കാറ്റഗറിയിലാണ് എന്ത് കിട്ടുന്നത്? പ്രവീൺ കുമാറിന് അവാർഡ് കിട്ടുന്നത് കേട്ടോ. അവാർഡ് ഒളിമ്പിക്സിൽ മെഡൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഹൈ ജമ്പിൽ കിട്ടിയത് കൊണ്ടാണ് ഖേൽരത്ന അവാർഡ്സ് കൊടുക്കുന്നത്. എന്തിനാണ്? പാരാ അത്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പാരാ ഒളിമ്പിക്സിലാണ് കേട്ടോ. പാരാ ഒളിമ്പിക്സിലാണ്, പാരാ അത്ലറ്റ് ആണ്. ഹൈ ജമ്പിലാണ് കിട്ടുന്നത് പ്രവീൺ കുമാറിന് കേട്ടോ. പ്രവീൺ കുമാറിന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ അവിടെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ ആണോ? അത്ര അറിയാലോ. അപ്പോൾ 4 പേർക്ക് കിട്ടിയവരുടെ പേരറിയാലോ. ഡി ഗുഗേഷ്, മനു ഭാക്കർ, അതുപോലെ ഹർമൻ പ്രീത് സിംഗ്, നമ്മുടെ പ്രവീൺ കുമാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Who has been named the recipient of the 15th and Jnanpith Award for his outstanding contribution to the Hindi literature? ഹിന്ദി ലിറ്ററേച്ചറിന് കിട്ടിയത് ആർക്കെന്നാണ് ചോദിക്കുന്നത്. 59ാമത്തെ ജ്ഞാനപീഠ അവാർഡാണ് 2025 കൊടുക്കുന്നത് കേട്ടോ. 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് അത് ആർക്കാണ് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ഹിന്ദി ലിറ്ററേച്ചറിന് ആർക്കാണ് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ് കിട്ടുന്നത്? ജ്ഞാനപീഠ അവാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓൾഡസ്റ്റ് ലിറ്റററി അവാർഡാണ്. നമ്മൾ ഓരോ അവാർഡ് പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന അവാർഡ് എന്തിനു ഫേമസ് ആണെന്നും കൂടെ അറിഞ്ഞിരിക്കും കേട്ടോ. ഓൾഡസ്റ്റ് എന്ത് അവാർഡാണ്? ലിറ്റററി അവാർഡ്. ലിറ്റററി അവാർഡാണ്. ലിറ്ററേച്ചറിന്റെ അവാർഡാണ്. അപ്പം ലിറ്റററി അവാർഡ് എന്നല്ലേ പറയുന്നത്. ഓൾഡസ്റ്റ് ലിറ്റററി അവാർഡാണ്. അതുപോലെ തന്നെ ഹയസ്റ്റ്, ഏറ്റവും എന്താണ് ലിറ്റററിയിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന അവാർഡായിട്ടാണ് ജ്ഞാനപീഠ അവാർഡിനെ പറയുന്നത്. ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ജ്ഞാനപീഠ അവാർഡ് കിട്ടത്തുള്ളൂ. അതും കൂടെ പറയാറുണ്ട്. അപ്പോൾ ഓൾഡസ്റ്റും ഹയസ്റ്റ് ഇന്ത്യൻ ലിറ്റററി അവാർഡും ഇത് തന്നെയാണ്. ഹയസ്റ്റ് ഓൾഡസ്റ്റ് ഏതാണ്? ജ്ഞാനപീഠ അവാർഡാണ്. അതിന്റെ 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ആർക്കാണ് കിട്ടിയെന്നാണ് ചോദിച്ചത്. ആർക്കാണ് കിട്ടുന്നത്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കേട്ടോ. ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ഈ വർഷത്തെ 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത് കേട്ടോ. ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത്. ജ്ഞാനപീഠ അവാർഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1961 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 1961 ജ്ഞാനപീഠ അവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫസ്റ്റ് റെസിപ്പിയന്റ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് റെസിപ്പിയന്റ് 1961 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആദ്യമായിട്ട് അവാർഡ് കൊടുക്കുന്നത് 1965 അന്ന് ആർക്കാണ് കിട്ടുന്നത്? നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാൾക്കാണ് കിട്ടുന്നത് അല്ലേ. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾക്കാണ് കിട്ടുന്നത്. ജി ശങ്കരക്കുറുപ്പിനാണ് ആ സമയം കിട്ടുന്നത് കേട്ടോ. ജി ശങ്കരക്കുറുപ്പ് ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്ന ആർക്കാണ്? 1965 നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന് പറഞ്ഞ ആ ഒരു നോവലിനാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് ആലോചിക്കണം. ആദ്യത്തെ റെസിപ്പിയന്റ്, കാരണം ഈ ജ്ഞാനപീഠ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ കൊടുക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ജ്ഞാനപീഠ അവാർഡ് ആർക്ക് കൊടുക്കത്തില്ല? NRI കാൻഡിഡേറ്റ്സിന് കൊടുക്കത്തില്ല. അതായത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരാൾക്കും കൊടുക്കത്തില്ല. ഓൺലി ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം കൊടുക്കുന്ന ഒരു അവാർഡാണ് ജ്ഞാനപീഠ അവാർഡ് കേട്ടോ. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇന്ത്യയിൽ വച്ച് എഴുതിയ വർക്ക്, ഇന്ത്യൻകാർ എഴുതിയ വർക്കിന് മാത്രമേ അവാർഡ്സ് ഉള്ളൂ. എത്ര ലാംഗ്വേജിലുണ്ട്? 22 ലാംഗ്വേജിലും അവാർഡ് കൊടുക്കാറുണ്ട്. അതായത് ഓരോ ഭാഷയിലും എഴുതിയവർക്ക് അവാർഡ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ എന്താണ്? ഇത്തവണ കിട്ടിയത് ഹിന്ദിക്കാണ്. അപ്പോൾ അങ്ങനെ ഓരോ സമയം ഹിന്ദി മാറും, ബംഗാളിക്ക് കിട്ടാറുണ്ട്, അങ്ങനെ ഓരോ ലാംഗ്വേജിന് മാറി കിട്ടാറുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ NRI കാൻഡിഡേറ്റ്സിനും കൊടുക്കത്തില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട, പോസ്റ്റുമസ് കാൻഡിഡേറ്റ്സിനും കൊടുക്കാറില്ല. അതായത് മരണശേഷം ഒരിക്കലും കൊടുക്കൂല. പോസ്റ്റുമസ് ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കില്ല.
നമ്മൾ കണ്ട ബാക്കി അവാർഡ്സ് ഒക്കെ എന്ത് ചെയ്യും, പോസ്റ്റുമസ് മരണശേഷവും അവാർഡ്സ് കൊടുക്കാറുണ്ട്. പക്ഷെ അവർ ജീവിച്ചിരുന്നപ്പം കൊടുക്കാത്തത് പിന്നെ കൊടുക്കാറുണ്ടെന്നുള്ളൊരു അർത്ഥമല്ലേ അത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ജ്ഞാനപീഠ അവാർഡിന് ഇല്ല. അതെന്ത് ചെയ്യത്തില്ല, മരണശേഷവും അവാർഡ് കൊടുക്കത്തില്ല. മരിച്ചു കഴിഞ്ഞെങ്കിൽ ആ ആൾക്ക് അവാർഡ് കൊടുക്കാറില്ല. അതുപോലെ തന്നെ NRI കാൻഡിഡേറ്റ്സിനും അവാർഡ് കൊടുക്കത്തില്ല. 22 ലാംഗ്വേജസിൽ പ്ലസ് ഇംഗ്ലീഷിനും കൊടുക്കാറുണ്ട്. 22 നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജസിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിനും കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ബുക്ക് എഴുതുന്നവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്നവർക്കും കൊടുക്കാറുണ്ട്. ഓക്കെ, അതവിടെ മനസ്സിലാക്കണം. പിന്നെ അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ അവാർഡാണ്, ഹയസ്റ്റ് ആണ്. എത്ര ലക്ഷം രൂപയാണ്? 11 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. 11 ലക്ഷം രൂപയും പിന്നെ ഇതൊരു അവരുടെ എന്താണ് ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു സംഭവം കൊടുക്കും, ഒരു ഫ്രെയിം പോലത്തെ സാധനം എഴുതിയിട്ടുള്ള ഒരു സാധനം കൊടുക്കും. അതുപോലെ തന്നെ ഈ വാഗ്ദേവി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാച്യൂവും കൂടെ കൊടുക്കും കേട്ടോ. അതാണ് അവരുടെ ഒരു വാഗ്ദേവി എന്നാണ് പറയുന്നത്. ഗോഡസ് വാഗ്ദേവിയുടെ ഒരു ബ്രോൺസ് സ്റ്റാച്യൂവും കൊടുക്കും. അതുപോലെ ഇതുപോലത്തെ ഒരു ബുക്ക്ലെറ്റ് ആ ഒരു സാധനം കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ. അതും കൊടുത്ത് 11 ലക്ഷം രൂപയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഇതിനൊരു എന്താണ് സമ്മാനം അവാർഡായിട്ട് കൊടുക്കുന്നത് ഇത്ര കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ഇത്തവണ ആ ഒരു അവാർഡ് കിട്ടിയെന്ന് ആലോചിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു ജി ശങ്കരക്കുറുപ്പിനാണ് 1965 കിട്ടിയതെന്ന് പറഞ്ഞു. അതുപോലെ ഫസ്റ്റ് ഫീമെയിൽ ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാപൂർണ ദേവിക്കാണ്. ആർക്കാണ് കിട്ടുന്നത്? ആശാപൂർണ ദേവിക്കാണ് കേട്ടോ. ആശാപൂർണ ദേവിക്ക്. ബംഗാളി റൈറ്റർ ആണ് കേട്ടോ. ആശാപൂർണ ദേവി എന്താണ്? ബംഗാളി റൈറ്റർ ആണ്. ബംഗാളി റൈറ്ററായ ആശാപൂർണ ദേവിക്കാണ് ഫീമെയിൽ വിമൺ കാറ്റഗറിയിൽ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നതെന്നുള്ളൊരു കാര്യം ആലോചിച്ചു കൊള്ളുക. പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചറിനാണ് കിട്ടുന്നത്. പ്രഥം പ്രതിശ്രുതി, അതായത് ഫസ്റ്റ് പ്രോമിസ് എന്നുള്ള അർത്ഥമാണ് പ്രതിശ്രുതി. അതായത് ഫസ്റ്റ് പ്രോമിസ് എന്നാണ് മീനിങ് കേട്ടോ. ഫസ്റ്റ് പ്രോമിസ് ഇതെന്ന് പറഞ്ഞ നോവലിനാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പേരെങ്കിലും നിങ്ങൾ ആലോചിച്ച് വെക്കുക. ആശാപൂർണ ദേവി ബംഗാളി റൈറ്ററാണ്. ആശാപൂർണ ദേവി ബംഗാളി റൈറ്ററിനാണ് പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോമിസ് എന്ന് പറയുന്ന ഒരു ബുക്കിനാണ് കിട്ടുന്നത് കേട്ടോ. പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോമിസ് എന്ന് പറയുന്ന ഒരു ബുക്കിന് 1976 കിട്ടുന്നത് കേട്ടോ. 1976 65 76 ഓക്കെ 76 കിട്ടുന്നത് കേട്ടോ. 76 കിട്ടുന്നത്. ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ആശാപൂർണ ദേവിക്ക് കിട്ടുന്നത്. ഓക്കെ, ആ പോയിന്റ് ആലോചിക്കുക. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കാനുള്ള ഒരു സാധ്യത കഴിഞ്ഞ പ്രാവശ്യം 58ാമത്തെ ജ്ഞാനപീഠ, കാരണം ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 58ാമത്തതും ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് 58ാമത്തെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞുകൊള്ളുക. 58ാമത് കിട്ടിയത് 2 പേർക്ക് ഒരുമിച്ചാണ്. ഒന്ന് ഗുൽസാർ, ഇവിടെ കിടക്കുന്നില്ലേ, ഗുൽസാർ എന്ന് പറയുന്ന ആൾക്ക് ഉറുദുവിലാണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ ലാംഗ്വേജിനും കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, 22 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിനായിരിക്കും ഓരോ പ്രാവശ്യം അവാർഡ് കിട്ടുന്നത്. അപ്പോൾ 58ാമത്തെ അവാർഡ് കിട്ടുന്നത് ഗുൽസാർ എന്ന് പറയുന്ന ആൾക്ക് ഉറുദു എന്ന് പറയുന്ന ഒരു കാവ്യത്തിനും. അതുപോലെ ജഗദ്ഗുരു രാമഭദ്രാചാര്യക്ക് സാൻസ്ക്രിറ്റിലുമാണ് കിട്ടുന്നത്. രാമഭദ്രാചാര്യ എന്ന് പറയുന്ന ആൾക്ക് സാൻസ്ക്രിറ്റിലുമാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പേരും ആലോചിക്കുക. 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്ന 2 പേരാണ് ഷെയർ ചെയ്തെടുക്കുന്നത്. ഗുൽസാറിന് ഉറുദുവിനും ജഗദ്ഗുരു രാമഭദ്രാചാര്യക്ക് സാൻസ്ക്രിറ്റിലുമാണ് കിട്ടുന്നത് കേട്ടോ. ജഗദ്ഗുരു രാമഭദ്രാചാര്യക്ക് സാൻസ്ക്രിറ്റിലുമാണ് കിട്ടുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, അത്രയും പോയിന്റ് ആലോചിക്കുക. അതുപോലെ തന്നെ ഈ വിനോദ് കുമാർ ശുക്ലയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഛത്തീസ്ഗഡ് പുള്ളി ഹിന്ദി ലാംഗ്വേജിലാണ് എഴുതുന്നതെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഛത്തീസ്ഗഡിൽ നിന്ന് ആ ഒരു അവാർഡ് ഒരാൾ സ്വീകരിക്കുന്നത്. അപ്പോൾ വിനോദ് കുമാർ ശുക്ല ഏത് സംസ്ഥാനത്തു നിന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ്. ഫസ്റ്റ് റെസിപ്പിയൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ജ്ഞാനപീഠ അവാർഡ് ഫ്രം ഛത്തീസ്ഗഡ് ആണ്. ആരെന്ന് പറയുന്നത്? വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് കേട്ടോ. ആ പോയിന്റ് അവിടെ ആലോചിക്കണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് ഏത് ലാംഗ്വേജിനാണ് ജ്ഞാനപീഠം കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 തവണ ഹിന്ദി ലാംഗ്വേജിനാണ് കിട്ടിയത് കേട്ടോ. ഹിന്ദി ലാംഗ്വേജിന് 12 തവണ ഹിന്ദിക്കാർക്ക്, ഹിന്ദി ലാംഗ്വേജിൽ എഴുതിയവർക്കാണ് 12 തവണ അവാർഡ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റേറ്റ് പരമായിട്ട് കാരണം ഹിന്ദി സംസാരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഇപ്പം പല സ്ഥലങ്ങളിൽ ഹിന്ദി ഒരു ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഹിന്ദി റൈറ്റിങ്സ് എഴുതുന്നവരുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് പരമായിട്ട്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് കർണാടകയാണ്. കർണാടകയിൽ ഏത് ലാംഗ്വേജ് ആണ്? കന്നഡയല്ലേ, കന്നഡ. 8 അവാർഡ്സ് ആണ് കർണാടകയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 12 അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഹിന്ദി എന്ന് പറഞ്ഞ ലാംഗ്വേജിനാണ് കിട്ടുന്നത്, സ്റ്റേറ്റ് പരമായിട്ടല്ല. അതേസമയം സ്റ്റേറ്റ് പരത്തിൽ മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ്. 8 അവാർഡുകളാണ് കിട്ടുന്നത് കേട്ടോ. കർണാടകയ്ക്ക് 8 അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ബംഗാളി, മലയാളം ഇതിനെല്ലാം 6 അവാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. മലയാളവും ബംഗാളിക്കും ഒക്കെ 6 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ MD വാസുദേവന് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വാസുദേവൻ നായർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. 1995 കിട്ടുന്നത് MD ആയിരുന്നു. 1995 MD വാസുദേവൻ നായർക്കാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ജ്ഞാനപീഠം കിട്ടുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കിത്തത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ONVക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, MDക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, തകഴിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, SK പൊറ്റക്കാടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, G ശങ്കരക്കുറുപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആലോചിക്കുക. ആദ്യം G ശങ്കരക്കുറുപ്പ്, പിന്നെ എന്താണ് നമ്മുടെ SK പൊറ്റക്കാട്, അത് കഴിഞ്ഞ് തകഴി ഉണ്ടായിരുന്നു, തകഴി കഴിഞ്ഞ് നമ്മുടെ MD വാസുദേവൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ അക്കിത്തം ഉണ്ടായിരുന്നു, ONV കുറുപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 6 റൈറ്റേഴ്സിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയെങ്കിലും മിനിമം ഈ ഒരു കാര്യത്തിൽ നിന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഛത്തീസ്ഗഡിലാണ് വിനോദ് കുമാർ ശുക്ല ഉള്ളതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അത്രയാണ് ഇതിൽ നിന്ന് കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത, വിച്ച് ആക്ടർ വാസ് റീസെൻ്റ്ലി ഓണേർഡ് വിത്ത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2026? 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞാൽ ഫിലിം സെക്ടറിലെ, ഓക്കെ, ഏതിലെയാണ്? ഫിലിം സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ്. ഇന്ത്യസ് ഹയസ്റ്റ് അവാർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിലിം അല്ലെങ്കിൽ സിനിമ. ഹയസ്റ്റ് അവാർഡ് ഇൻ ദ കാറ്റഗറി ഓഫ് സിനിമ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ആണ് ഏതെന്ന് പറയുന്നത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. അത് ഈ വർഷം ആർക്കാണ് കിട്ടിയെന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. ദാദാ സാഹിബ് ആരായിരുന്നു? ദാദാ സാഹിബ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ അവാർഡ് നടത്തുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് ദാദാ സാഹിബിനെ അറിയുന്നത് അല്ലേ? ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ, ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. കാരണം എന്താണ്? ആദ്യത്തെ ലോങ് ഫീച്ചേർഡ് ഫിലിം ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ആയിട്ടുള്ള രാജാ ഹരിശ്ചന്ദ്ര 1913 ഇറക്കുന്ന ആരാണ്? രാജാ ഹരിശ്ചന്ദ്രയുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന മൂവി എടുക്കുന്നത് ലോങ് ഫീച്ചേർഡ് ഫിലിമായിട്ട്, ആദ്യത്തെ ഫുൾ ലെങ്ത് ലോങ് ഫീച്ചേർഡ് ഫിലിമായിട്ട് എടുക്കുന്ന മൂവിയാണ് ഏതെന്ന് പറയുന്നത്? രാജാ ഹരിശ്ചന്ദ്ര. അത് എടുക്കുന്ന ആരാണ്? ദാദാ സാഹിബാണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് ആരറിയപ്പെടുന്നത്? ദാദാ സാഹിബിനെ അറിയപ്പെടുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങുന്നത് 1969 തൊട്ടാണ് കേട്ടോ. 69 തൊട്ടാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങുന്നത്. ആ പോയിന്റും കൂടെ അവിടെ മനസ്സിലാക്കിക്കൊള്ളുക. പ്രസന്റഡ് ആനുവലി ആയിട്ട് എവിടെയാണ് ഇത് കൊടുത്തു തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ്സ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന ഇതും പ്രഖ്യാപിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ ഇന്ത്യൻ ഫിലിം അവാർഡ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കൂടെയാണ് കൊടുത്തു പോകുന്നത്. അപ്പോൾ ഇത്തവണ ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് കിട്ടുന്നത്? നാഷണൽ ഫിലിം അവാർഡ്സിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. അത് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇത്തവണ കിട്ടുന്ന? ആർക്കാണ്? 70ാമത്തെ കാറ്റഗറി ആയിട്ട് കിട്ടുന്ന ആർക്കാണ്? 70ാമത്തെ ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് മിഥുൻ ചക്രവർത്തിക്കായിട്ടാണ് കേട്ടോ. മിഥുൻ ചക്രവർത്തി ഹിന്ദി സിനിമയിലേക്ക് നടനാണ് കേട്ടോ. മിഥുൻ ചക്രവർത്തിക്കാണ് ഇത്തവണ കിട്ടുന്നത്. മിഥുൻ ചക്രവർത്തി. നമ്മുടെ 50ാമത്തത് കിട്ടുന്നത് അമിതാഭ് ബച്ചനാണ്. രജനീകാന്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അറിയായിരിക്കും. അമിതാഭ് ബച്ചനാണ് കിട്ടുന്നത്. അമിതാഭ് ബച്ചനാണ് 50ാമത്തെ കിട്ടുന്നത്. ഇത് 70ാമത്തതാണ് മിഥുൻ ചക്രവർത്തിക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ആർക്കാണ് കിട്ടിയത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതാരാണ്? ഒരു ലേഡിക്കാണ് കിട്ടുന്നത്. ദേവിക റാണി എന്ന് പറയുന്ന ഒരു നടിക്കാണ് കിട്ടുന്നത് കേട്ടോ. ദേവിക റാണി ഫസ്റ്റ് കിട്ടുന്നത്. ദേവിക റാണിയാണ്. ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് പുള്ളിക്കാരി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്യുക, ആലോചിക്കുക. ഇതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് കേട്ടോ. 10 lakhs ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷമാണ്. 10 ലക്ഷവും പിന്നെ ഒരു ഗോൾഡൻ ലോട്ടസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ കൊടുക്കാറുണ്ട്. ഒരു സ്റ്റാച്യു പോലെ തന്നെ ഒരു സാധനം എന്ത് കൊടുക്കാറുണ്ട്? ഗോൾഡൻ ലോട്ടസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രതിമ പോലത്തെ ഒരു സാധനം കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ. ഗോൾഡൻ ലോട്ടസ്, സ്വർണ്ണക്കമൽ എന്നൊക്കെയാണ് പറയുന്നത്. സ്വർണ്ണക്കമൽ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മിഥുൻ ചക്രവർത്തിക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2024 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായി ആലോചിക്കുക. അവർ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക കേട്ടോ. ഫസ്റ്റ് കിട്ടുന്ന ദേവിക റാണിക്ക്, 50ാമത്തെ കിട്ടുന്ന അമിതാഭ് ബച്ചൻ, പിന്നെ കിട്ടുന്ന മിഥുൻ ചക്രവർത്തിക്കാണ് കേട്ടോ 70ാമത്തെ. പോസ്റ്റ്മസ്ലി ഈ അവാർഡ് കൊടുക്കാറുണ്ട്, മരണശേഷവും കൊടുക്കാറുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, ഇങ്ങനെ കൃത്യമായ രീതിയിൽ പഠിച്ചു പോകണം, കൃത്യമായി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റെയിൽവേ ELP ജോലി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റഡി പ്ലാനോടെ തന്നെയുള്ള പഠനമായിരിക്കും അവിടെ നടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെയിൽവേയുടെ പുതിയ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കിപ്പോൾ യൂട്യൂബിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ക്ലാസ് തരുന്നതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പക്കയായിട്ട് കൃത്യമായ രീതിയിൽ തന്നെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചാണ് ക്ലാസ്സസ് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓറിയൻറ്റഡ് ലെവലിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെയിൽവേയുടെ ALP ടെക്നീഷ്യൻ ബാച്ച് ആയിട്ടുള്ള റെയിൽവേയുടെ ലോക്കോ പൈലറ്റ് ആകാമെന്നുള്ള ഏപ്രിൽ 23 സ്റ്റാർട്ട് ചെയ്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് രീതിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഫുൾ കാര്യങ്ങളും അതിൽ പറഞ്ഞു തരുന്നതാണ്. ടയർ 1ഉം ടയർ 2ഉം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇവിടെ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാണ്ട് കൃത്യമായ രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത, ഹു ഹാസ് ബീൻ ക്രൗൺഡ് ആസ് മിസ് യൂണിവേഴ്സ് 2024? ആരാണ് ക്രൗൺഡ് ആസ് മിസ് യൂണിവേഴ്സ് 2024 മിസ് യൂണിവേഴ്സ്? ഓക്കെ, മിസ് യൂണിവേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? 2024 മിസ് യൂണിവേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് മിസ് യൂണിവേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? 2024 മാത്രമേ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് യൂണിവേഴ്സ് ഉണ്ട്, വേൾഡ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്. അതായത് മിസ് ഇന്ത്യ, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, ഈ 3 പേരുടെ പേരും ഒരുമിച്ച് പഠിച്ചിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതായത് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ അറിയണം, ഇന്ത്യ, വേൾഡ്, യൂണിവേഴ്സ്, അങ്ങനെയല്ലേ വരൂ. ഇന്ത്യയിൽ നിന്ന് സെലക്ട് ആയി വേൾഡിൽ പോയി യൂണിവേഴ്സിൽ നിന്ന് എത്തുന്നു. ആ ഒരു മീനിങ്ങിൽ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ആലോചിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരറിയണം. ആർക്കാണ് മിസ് ഇന്ത്യ കിട്ടുന്നത്? നികിത പോർവാളിനാണ്. നികിത പോർവാളിനാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന മിസ് ഇന്ത്യ 2024 കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മിസ് വേൾഡ് കിട്ടുന്നത് ക്രിസ്റ്റീന എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ്. ക്രിസ്റ്റീന കണ്ടോ, പിസ്കോവ എന്ന് പറയുന്ന ക്രിസ്റ്റീനയ്ക്കാണ് കിട്ടുന്നത്. ക്രിസ്റ്റീന പിസ്കോവയ്ക്കാണ് കിട്ടുന്നത്. മിസ് യൂണിവേഴ്സ് കിട്ടുന്ന ആർക്കാണ്? മിസ് യൂണിവേഴ്സ് അല്ലേ ചോദ്യം? വിക്ടോറിയ ജെയർ തെൽവീഗ് എന്ന് പറയുന്ന ആൾക്കാണ്. വിക്ടോറിയ ജെയർ തെൽവീഗ് എന്ന് പറയുന്നതാണ് വിക്ടോറിയ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാൻ ഈസി ആയിട്ട്. നികിത ക്രിസ്റ്റൽ തപ്പി പോയപ്പോൾ വിക്ടറി നേടി എന്നുള്ള രീതിയിൽ ആലോചിക്കാം. നികിത ക്രിസ്റ്റൽ തപ്പി വിക്ടറി നേടി. നികിത എന്താണ്, ക്രിസ്റ്റൽ തപ്പി പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൾക്ക് കിട്ടി. അപ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കലി വിക്ടറി നേടി. ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ 3 പേര് ഓർത്തിരിക്കാൻ ഈസിയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക. വിക്ടോറിയ എന്താണ്, അപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് അല്ലേ, അതായത് ഏറ്റവും യൂണിവേഴ്സിൽ നിൽക്കുന്നതാണ്. എന്ത് തപ്പിയാണ് പോയത്? ക്രിസ്റ്റൽ തപ്പിയാണ്. അപ്പം മിസ് വേൾഡ് എന്താണ്, ക്രിസ്റ്റീന പിസ്കോവ എന്ന് പറയുന്ന ആളാണ്. അതുപോലെ ഫസ്റ്റ് നമ്മുടെ മിസ് ഇന്ത്യ ആയിട്ട് നിൽക്കുന്ന നികിത പോർവാളാണ് കേട്ടോ. നികിത പോർവാളാണ്. എവിടുത്തെ ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശിലാണ് നികിത പോർവാൾ. മധ്യപ്രദേശിലെ ആളാണ്. ഉജ്ജയിൻ മധ്യപ്രദേശിലാണ് മിസ് ഇന്ത്യ കിട്ടിയ നികിത പോർവാൾ ഉള്ളത്. അതുപോലെ ക്രിസ്റ്റീന എന്ന് പറയുന്ന പിസ്കോവ എവിടത്തെയാണ്? ചെക്ക് റിപ്പബ്ലിക്കാണ് കേട്ടോ. ചെക്ക് റിപ്പബ്ലിക്കാണ്. ഈ ഒരു പക്ഷേ മിസ് വേൾഡ് ഇത്തവണ നടത്തുന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ, മുംബൈയിൽ വെച്ചിട്ടാണ് നടന്നത്. 60ാമത്തെ എഡീഷനാണ് നടക്കുന്നത്. മിസ് വേൾഡിൻ്റെ 60ാമത്തെ എഡീഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? മുംബൈയിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ക്രിസ്റ്റീന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് സെലക്ട് ആകുന്നത് കേട്ടോ. മിസ് യൂണിവേഴ്സ് ആയ പിന്നെന്താണ്, വിക്ടോറിയ ജെയർ കേട്ടോ. വിക്ടോറിയ അത് 73rd മെക്സിക്കോയിൽ വെച്ചാണ് മിസ് യൂണിവേഴ്സ് നടക്കുന്നത്. മെക്സിക്കോയിൽ വെച്ചാണ് നടക്കുന്നത്. വിക്ടോറിയയ്ക്കാണ് കിട്ടുന്നത്. ഓക്കെ, അത്രയും പേരുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൈൻഡിൽ ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ അത് ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ് കേട്ടോ. ഹു ഹാസ് വോൺ ബുക്കർ പ്രൈസ് 2024? ആർക്കാണ് ബുക്കർ പ്രൈസ് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ബുക്കർ പ്രൈസ് ഇതും പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബുക്കർ പ്രൈസും ഉണ്ട്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ഉണ്ട്. രണ്ടും കൃത്യമായി തന്നെ പഠിക്കുക. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ഉണ്ട്. ഓക്കെ, പഠിക്കുമ്പോൾ അത് രണ്ടുപേരും ശ്രദ്ധിച്ച് പഠിക്കുക. ഹു ഹാസ് വോൺ ബുക്കർ പ്രൈസ് 2024 എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ബുക്കർ പ്രൈസ് 2024 ആർക്കാണ് കിട്ടുന്നത്? ഫസ്റ്റ് നോവൽ സെറ്റ് ഇൻ സ്പേസ് ആയിട്ടുള്ള
ഓർബിറ്റ് എന്ന് പറയുന്ന ബുക്കിന്, ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനാണ് ഇത് കിട്ടുന്നത്, സമന്ത ഹാർവേക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ബുക്ക് പ്രൈസ് കിട്ടുന്നത്. ബുക്ക് പ്രൈസ് കിട്ടുന്ന ആർക്കാണ്, സമന്ത ഹാർവേക്ക് ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനാണ്. ഫസ്റ്റ് നോവൽ സെറ്റ് ഇൻ സ്പേസ് ടു വിൻ പ്രൈസ് ആണ് ഏതെന്ന് പറയുന്നത്, ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സ്പേസിൽ ഇരുന്നുകൊണ്ട് എഴുതിയ ബുക്കാണ്. അതായത് സ്പേസിലുള്ള അസ്ട്രോനൈറ്റ്സ്, 6 അസ്ട്രോനൈറ്റ്സ് അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്ന ബുക്കായിട്ടാണ് പറയുന്നത്. അവരവിടെ നിന്ന് ഇന്ത്യയെ നോക്കി, അല്ലെങ്കിൽ ഇന്ത്യയല്ല സോറി എർത്തിനെ നോക്കി കാണുന്ന ആ ഒരു രീതിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സമന്ത ഹാർവേ സ്പേസിൽ വെച്ച് എഴുതിയ ഒരു ബുക്കായിട്ടാണ് പറയുന്നത്. സ്പേസിൽ ചെന്ന് അനാലിസിസ് ഒക്കെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നോവൽ സെറ്റ് ഇൻ സ്പേസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഫസ്റ്റ് നോവൽ സെറ്റ് ഇൻ സ്പേസ്, സെറ്റ് ഇൻ സ്പേസ് ആണ് കേട്ടോ, സ്പേസ്. ഓക്കെ, അപ്പോൾ ആ പേര് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, സാമന്ത ഹാർവേ ആണെന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയത് ആർക്കെന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്തിരിക്കണം. ജർമ്മൻ ഓതറായിട്ടുള്ള ജെന്നി എർപ്പൻബക്കിനാണ്. ആർക്കാണ്, ജെന്നി എർപ്പൻബക്കിനാണ് കിട്ടുന്നത് കേട്ടോ. ജെന്നി എർപ്പൻബക്ക്. പക്ഷേ ഈ ജെന്നിക്ക് മാത്രമല്ല ആ ഒരു സമയത്ത് അവാർഡ് കിട്ടുന്നത്. ജെന്നി എർപ്പൻബക്ക് ഏത് ബുക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈറോസ് ആണ് കേട്ടോ. കൈറോസ്. ജെന്നിയുടെ കയ്യിൽ റോസ് എന്ന് ആലോചിക്കുക. ജെന്നി എർപ്പൻബക്കിന്റെ കൈറോസ് എന്ന് പറയുന്ന ബുക്കിനാണ് കിട്ടുന്നത്. ഓക്കെ, ആ കൈറോസ് ബുക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കും കൂടെ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കും കൂടെ അവാർഡ് കിട്ടി എന്നുള്ളതാണ് ഒരു സത്യം. ട്രാൻസ്ലേറ്റ് ചെയ്തത് മൈക്കിൾ ഹോഫ്മാൻ. ഓക്കെ, മൈക്കിൾ ഹോഫ്മാനാണ്. അപ്പൊ ജെന്നി എർപ്പൻബക്കിന്, ജർമ്മൻ ഓതറായിട്ടുള്ള ജെന്നി എർപ്പൻബക്കിനാണ് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടുന്ന കൈറോസ് എന്ന് പറയുന്ന ബുക്കിനാണ് കിട്ടുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മൈക്കിൾ ഹോഫ്മാൻ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ജോർജി ഗോസ്പോളിനോവിന് എന്ത് ബുക്കിനാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ഷെൽട്ടർ. പുള്ളിക്കും ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2023 ആർക്ക്, ഇതിപ്പോൾ 2024 ഇതിന് മുന്നേ ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 കിട്ടുന്ന ആർക്കാണ്, ജോർജ് ഗോസ്പോളിനോവിന് ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു ബുക്കിനാണ് കേട്ടോ. 2023 ആർക്കാണ് കിട്ടുന്നത്, ജോർജി ഗോസ്പോളിനോവിന് ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു ബുക്കിനാണ് കിട്ടുന്നത് കേട്ടോ. അതുപോലെ മുകളിൽ കിടക്കുന്ന ഓപ്ഷനായ ഡേവിഡ് ഡിയോപ്പിന്റെ, അതെന്നാണ് 2021 അപ്പോൾ ഈ ബുക്ക് ഈ പേരൊക്കെ തന്നിരിക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എപ്പോഴെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും കൂടെ അറിയുക. ഡേവിഡ് ഡിയോപ്പിന് 2021 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയതാണ്. ഫ്രഞ്ച് റൈറ്റർ ആണ് കേട്ടോ. ഫ്രഞ്ച് റൈറ്റർ ആയിരുന്നിട്ട് പുള്ളി എഴുതിയ ബുക്ക് ഒരു ആഫ്രിക്കൻ ടച്ച് ഉള്ള ഒരു ബുക്കാണ്. ഓൾ ആർ ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന ഒരു ബുക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ രാത്രിയിൽ എല്ലാവർക്കും കറുപ്പെന്നുള്ള ഒരു മീനിങ്ങില്ല. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്നുള്ള ഒരു ബുക്കാണ് എഴുതിയ. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ആരെഴുതുന്നത്, ഡേവിഡ് ഡിയോപ്പ് എഴുതുന്നത്. ഫ്രഞ്ചുകാരനാണ്, എന്നിട്ടും ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്. ആഫ്രിക്കൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. 2021 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ആ പോയിന്റ് അവിടെ ആലോചിക്കുക. അപ്പം ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ഇത്തവണ കിട്ടിയിരിക്കുന്ന ആർക്കാണ്, ജർമ്മൻ ഓതറായിട്ടുള്ള കൈറോസിന്റെ ആളായിട്ടുള്ള ജെന്നി എർപ്പൻബക്കിനും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന മൈക്കിൾ ഹോഫ്മാനും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് കേട്ടോ. ഓക്കെ, ഹു ഹാസ് ബീൻ അവാർഡഡ് വിത്ത് 34th വ്യാസ് സമ്മാൻ അവാർഡ്. വ്യാസ് സമ്മാൻ അവാർഡ് 34ാമത്തെ വ്യാസ് സമ്മാൻ അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കെന്നാണ് ചോദിക്കുന്നത്. ഈ വ്യാസ് സമ്മാൻ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അവാർഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി റൈറ്റേഴ്സിന് കൊടുക്കുന്ന അവാർഡാണ് കേട്ടോ. എന്താണ്, ഹിന്ദി ഓതേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സിന് കിട്ടുന്ന അവാർഡാണ്. ഹിന്ദിക്കാർക്ക് മാത്രം ഉള്ളതാണ് വ്യാസ് സമ്മാൻ അവാർഡ്. ആർക്കാണ്, 34ാമത്തത് 2024 കിട്ടുന്നത്. 2024 34ാമത്തെ വരുന്നത്. 2024 ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യബാല കേട്ടോ. സൂര്യബാല വ്യാസ് സമ്മാൻ അവാർഡ് കിട്ടുന്ന ആർക്കാണ്, സൂര്യബാലയ്ക്കാണ് കിട്ടുന്നത്. വ്യാസ് സമ്മാൻ അവാർഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1991 1991 വ്യാസ് സമ്മാൻ അവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 1991 വ്യാസ് സമ്മാൻ. എപ്പോഴായിരുന്നു ജ്ഞാനപീഠം? 1961 കേട്ടോ. അത് രണ്ടും ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി ഓർത്തുകൂടെ. 1961 ജ്ഞാനപീഠവും അതുപോലെ 91 വ്യാസും. 91 61. ഓക്കെ, 1961 ജ്ഞാനപീഠവും 1991 വ്യാസ് സമ്മാനം. ലിറ്റററി അവാർഡാണ്. ഈ അവാർഡ് കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KK ബിർള ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷനാണ് 4 lakh rupees ആണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. 4 ലക്ഷം രൂപയാണ് KK ബിർള ഫൗണ്ടേഷൻകാരാണ് കൊടുക്കുന്നത്.
4 ലക്ഷം രൂപയാണ് ഹിന്ദി ലാംഗ്വേജിന് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഹിന്ദി ലാംഗ്വേജിന് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. 34th അവാർഡ് കിട്ടുന്നത് സൂര്യബാല എന്ന് പറയുന്ന ആൾക്കാണ്. കോൺ ദേശ് കോ വാസി വേണു കി ഡയറി എന്ന് പറയുന്ന, കോൺ ദേശ് കോ വാസി വേണു കി ഡയറി, ആ ഒരു പേരെങ്കിലും ആലോചിച്ചിരിക്കുക. വേണു കി ഡയറി ആ ഒരു ബുക്കാണ് കേട്ടോ. ആ ബുക്കിനാണ് കിട്ടുന്നത്. കോൺ ദേശ് കോ വാസി, കോൺ ദേശ് കോ വാസി. ഓക്കെ, സൂര്യബാല എന്ന് പറയുന്ന ആൾക്ക് കോൺ ദേശ് കോ വാസി വേണു കി ഡയറി എന്ന് പറയുന്ന ബുക്കിനാണ് എന്ത് കിട്ടുന്നത്? വ്യാസ് സമ്മാൻ അവാർഡ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. സൂര്യബാലയ്ക്കാണ് 34ാമത്തെ 2024 കിട്ടുന്നത്. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ചിന്തിക്കുക. Who has honored with the prestigious Pen Pinder Prize 2024? പെൻ പിൻഡർ പ്രൈസ് കിട്ടുന്ന ആർക്കെന്നാണ് ചോദിക്കുന്നത്. പെൻ പിൻഡർ പ്രൈസ് ഹരോൾഡ് പിൻഡർ എന്ന് പറയുന്ന നോബൽ പ്രൈസ് കിട്ടിയ ഒരാളുടെ പേരിലാണ് ഈ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നത്. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പെൻ പിൻഡർ പ്രൈസ് ഈ തവണ കിട്ടിയിരിക്കുന്ന ആർക്കാണ്? പെൻ പിൻഡർ പ്രൈസ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ് കേട്ടോ. അരുന്ധതി റോയ്ക്കാണ്. ഇന്ത്യൻ അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള അരുന്ധതി റോയ്ക്കാണ് പെൻ പിൻഡർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഈ പറയുന്ന അരുന്ധതി റോയ്ക്ക് ബുക്ക് പ്രൈസ് കിട്ടുന്നത് എപ്പോഴാണ്? ബുക്ക് പ്രൈസ് 1997 എ ഗോഡ് ഓഫ് സ്മോളർ തിങ്സ് അല്ലെ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ബുക്കിനാണ് എന്ത് കിട്ടുന്നത്? ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് 1997 അരുന്ധതി റോയ്ക്ക് എന്ത് കിട്ടുന്നത്? അവാർഡ് കിട്ടിയിട്ടുള്ളത്, ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ബുക്ക് പ്രൈസ്. ഓക്കെ, അപ്പോൾ പ്രസ്റ്റീജിയസ് പെൻ പിൻഡർ പ്രൈസ്. ശരിക്കും ഈ പെൻ പിൻഡർ പ്രൈസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഇൻജസ്റ്റിസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള ക്രൈംസും കാര്യങ്ങളും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന അങ്ങനത്തെ റൈറ്റേഴ്സ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് പറയാൻ കഴിയുന്ന റൈറ്റേഴ്സ്, അങ്ങനെയുള്ള റൈറ്റേഴ്സിനെയാണ് ഈ ഒരു അവാർഡ് കിട്ടാറുള്ളത്. പെൻ പിൻഡർ പ്രൈസ് അവാർഡ് കിട്ടുക. അങ്ങനെ അരുന്ധതി റോയും നടന്ന ഇഷ്യൂസിനെയൊക്കെ പറ്റിയിട്ട് പറയുന്ന, അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻജസ്റ്റിസിനെതിരെ പോരാടി അങ്ങനത്തെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത് വിളിച്ച് പറയുന്ന, റൈറ്റിങ്സിലൂടെ വിളിച്ച് പറയുന്ന ആൾക്കാർക്കാണ് ഈ അവാർഡ് കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞ ഒരാളാണ് അരുന്ധതി റോയ്. അതിനാണ് അവാർഡ് കിട്ടുന്നത് കേട്ടോ. അരുന്ധതി റോയ്ക്ക് അവാർഡ് കിട്ടുന്നത്. ഓക്കെ, അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഹൂ വോൺ ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് ഇൻ 2024? 2024 പ്ലെയർ അവാർഡ്, മെൻസിന്റെ പ്ലെയർ അവാർഡ് ഫിഫയാണ്. ഫിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അല്ലെ. ഫെഡറേഷൻ അങ്ങനെ തുടങ്ങുന്ന ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡേ ഫുട്ബോൾ അസോസിയേഷൻ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? അസോസിയേഷൻ ഏതാണ്? ഫിഫ എന്ന് പറയുന്നത് അല്ലെ, ഫുട്ബോൾ അസോസിയേഷൻ്റെ ആണ്. എത്രയിനാണ് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1904 സൂറിച്ച് സ്വിറ്റ്സർലാൻഡിലാണ് അല്ലെ. സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. 1904 സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂറിച്ച് സ്വിറ്റ്സർലാൻഡിലാണ് അതിന്റെ എന്ത് വരുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഫിഫ മെൻസ് പ്ലെയർ. ഈ കഴിഞ്ഞ ഫിഫ എവിടെ വെച്ചാണ് നടന്നത്? 2022 ഫിഫ നടക്കുന്നത് അല്ലേ. 2022 ഫിഫ നടക്കുന്നത്. എവിടെ വെച്ചായിരുന്നു? ഖത്തറിൽ വെച്ചല്ലേ. ഖത്തറിൽ വെച്ചിരുന്നല്ലേ 2022 ഫിഫ നടക്കുന്നത്. ഖത്തറിൽ വെച്ചായിരുന്നു. ആരായിരുന്നു വിജയിച്ചത്? അർജന്റീനയാണ് അല്ലെ. അർജന്റീന അഗെയിൻസ്റ്റ് ആരായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. ആരാ ജയിച്ചത്? അർജന്റീന. 2022 ഖത്തറിൽ വെച്ചതിൽ ജയിച്ചത് ആരാണ്? അർജന്റീനയാണ് ജയിച്ചത്. ഫ്രാൻസിന് അഗെയിൻസ്റ്റ് ആണ് ജയിച്ചത്. ഇനി നടക്കാൻ പോകുന്നത് 2026 നടക്കാൻ പോകുന്നത് എവിടെയാണ്? എവിടെ വെച്ചാണ് 2026 നടക്കാൻ പോകുന്ന 3 രാജ്യങ്ങളാണ് പങ്കിടുന്നത്. ആ 3 രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? USA, കാനഡ, മെക്സിക്കോ. ഓക്കെ, 2022 ഖത്തറിൽ വെച്ച് 2026 3 സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. USA, കാനഡ, മെക്സിക്കോ. ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ ആരെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തു, ആരെയൊക്കെ വേണ്ടെന്ന് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, USA നടത്തുന്നതുകൊണ്ട് ആരൊക്കെ വേണ്ടെന്ന് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയൊക്കെ വേണ്ടെന്ന് വെച്ചു? USA അല്ലല്ലോ, റഷ്യ, പാകിസ്ഥാൻ, അതുപോലെ കോങ്കോ എന്ന് പറയുന്ന കൺട്രി. ഈ 3 കൺട്രിയെ എന്ത് ചെയ്തു? എക്സ്ക്ലൂഡ് ചെയ്തു, വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാൽ ഫിഫയിൽ കളിക്കാൻ
വേണ്ടെന്ന് വെച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. റഷ്യ പാകിസ്ഥാൻ കോങ്കോയെ കളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഫുട്ബോൾ. ഓക്കെ, ആ കാര്യം അവിടെ മനസ്സിലാക്കിക്കോളുക. അപ്പം നമുക്കിപ്പോൾ പഠിക്കേണ്ടത് എന്താണ്? മെൻസ് പ്ലെയർ അവാർഡാണ്. മെൻസ് പ്ലെയർ അവാർഡ് മെൻസും ഉണ്ട് വിമണും ഉണ്ട് അല്ലേ? വിമൺസും ഉണ്ട്, മെൻസും ഉണ്ട് വിമൺസും ഉണ്ട്. മെൻസ് ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അല്ലേ നമ്മൾ വീണൊക്കെ എണീറ്റൊക്കെ അല്ലേ എണീക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ജൂനിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണൊക്കെ എണീറ്റ് പതുക്കെയാണ് പഠിച്ചെന്ത് ചെയ്യുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബെസ്റ്റ് പ്ലെയർ ആയിട്ടൊക്കെ മാറുന്നത്. അങ്ങനെ ആലോചിച്ച് മെൻസ് കാറ്റഗറിയിൽ, മെന്നിൻ്റെ കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ജൂനിയറായിട്ട് പഠിച്ചു തുടങ്ങി വീണ് എണീറ്റാണ്. അപ്പോൾ വിനീഷ്യസ് ജൂനിയർ. അപ്പം വീണെന്നുള്ളൊരു മീനിങ്ങിൽ എടുക്കുക. അത് വിനീഷ്യസ് എന്ന് പറയുന്ന പേരിന് എണീറ്റൊക്കെ ജയിച്ച് വന്നു. അപ്പം ജൂനിയർ വിനീഷ്യസ്, അങ്ങനെ ആലോചിക്കാം. വിനീഷ്യസ് ജൂനിയർ ആണ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ജൂനിയർ എന്താണ് എണീച്ചൊക്കെ പഠിച്ചാണ് ഒരു ബെസ്റ്റ് പ്ലെയർ ആയിട്ട് അവാർഡ് കിട്ടുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതുപോലെ വിമൺസിൽ കിട്ടുന്ന ആർക്കാണ്? വിമൺസിൽ കിട്ടുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്താന ബോൺമാറ്റി എയ്താന ബോൺമാട്ടിക്കാണ് വിമൺസിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? വിമൺ ആണ് അല്ലേ വിമൺസ്. മെൻസിനെ പോലെ എല്ലാം തട്ടിക്കുടഞ്ഞ് അയ്യോ വേണ്ട വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നതല്ല വിമൺസ് എന്നല്ലേ, കുറച്ചും കൂടെ സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മുറിവ് വന്നാൽ എന്തോ അയ്യോ വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ച് ബോണൊക്കെ മാറ്റി വെക്കണമെന്ന് വരെ ചിന്തിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. എയ്താന ബോൺമാറ്റിയാണ്, തന്നെത്താനെ ചിന്തിക്കുകയാണ്. തന്നെത്താനെ എന്ത് ചെയ്യാണ്? ബോൺ മാറ്റി വെക്കണമെന്നൊക്കെ ചിന്തിക്കുകയാണ്. ഒരു ചെറിയൊരു വീഴ്ച വീഴുമ്പം തന്നെ വിമൺ ചിന്തിക്കുന്ന അങ്ങനെയാണെന്ന് എന്ത് ചെയ്യുക? ആലോചിക്കുക. ചുമ്മാ അങ്ങനെ ഒന്ന് വിചാരിക്കുക. മെന്നാകുമ്പോൾ എന്താണ്? ജൂനിയർ ആയിട്ട് തുടങ്ങിയാലും വീണൊക്കെ എണീറ്റ് പതിയെ ബെസ്റ്റ് പ്ലെയറിലേക്ക് എത്തും. പക്ഷെ വിമൺ ആകുമ്പോൾ അവിടെ എന്താണ്? കുറച്ചും കൂടെ സെൻസീവായി തന്നെത്താനെ വിചാരിക്കുകയാണ് ബോണൊക്കെ മാറ്റി വെച്ചാലേ ഈ ഒരു വലിയൊരു കളിയൊക്കെ ജയിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് എയ്താന ബോൺ മാറ്റി വിമൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് കോഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പഠിച്ചാൽ മതി കേട്ടോ. എങ്ങനെയായാലും നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോൾ വിമൺസിൽ ഏതാണ്? എയ്താന ബോൺ മാറ്റിക്കും അതുപോലെ വിനീഷ്യസ് ജൂനിയറിനുമാണ് കിട്ടുന്നത്. ഇതുപോലെ എന്തുകൊണ്ട്? ഫിഫ ഗോൾ കീപ്പറും ഉണ്ട്. 2024 ഫിഫ ഗോൾ കീപ്പർ ഉണ്ട്. മെന്നിനും വിമണിലും ഉണ്ട്. അതാരെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. മെന്നിലും വിമണിലും ഉണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിലിയാനോ മാർട്ടീനസ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് എന്താണ്? ഗോൾ കീപ്പ് ചെയ്യാൻ 2 പേരുണ്ട്. അപ്പോൾ ഇവരുടെ പേരിലും രണ്ടും പേരായിട്ട് തന്നെ ഉണ്ട്. എമിലിയും മാർട്ടിനും കൂടെയാണ്. 2 സ്ഥലത്ത് 2 ആൾക്കാരാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. മെന്നിൻ്റെ ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പർ ആകുമ്പോൾ ഫുട്ബോളിലാകുമ്പോൾ 2 സൈഡും ഒന്നുണ്ട്, ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 2 പേരായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുക കേട്ടോ, എമിലിയാനോ മാർട്ടീനസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ഇനി അടുത്ത് വിമണിലാകുമ്പോൾ കുറച്ചും കൂടെ, അലിസ നെഹർ, അലിസയും നേഹയെന്നും കൂടെ ആലോചിക്കുക. അലിയും നേഹയും. ഓക്കെ, അലിസ നെഹർ എന്ന് പറയുന്ന ആൾക്കാണ്. അപ്പോൾ മെൻ കാൻഡിഡേറ്റ്സിൽ ആരാണ്? എമിലിയും മാർട്ടിനും. അതുപോലെ വിമൺ ആണെങ്കിൽ അലീസയും നെഹയും കൂടെ എന്ന് ആലോചിക്കുക. വിമൺ അല്ലേ? അലീസ, നേഹ, 2 പെൺകുട്ടിയുടെ പേര്. ഇതെന്താണ്? എമിലിയും മാർട്ടീനസ്. എമിലിയാനോ ഒരു ആൺകുട്ടിയുടെ പേരെന്ന് ചിന്തിച്ച് പഠിക്കാം. എമിലിയാനോ മാർട്ടീനസിനാണ് ഗോൾ കീപ്പർ കിട്ടുന്നത്. വിമണിലാകുമ്പോൾ അതാർക്കാണ്? അലീസ നെഹറിനാണ് കിട്ടുന്നതെന്ന് ആലോചിക്കുക. എങ്ങനെ ആയാലും കാണാതെ പഠിച്ചാൽ മതി. ഗോൾ കീപ്പറിൻ്റെ പേരുകൾ പഠിക്കുക. മെൻ എമിലിയാനോ മാർട്ടീനസ്, വിമൺ അലീസ നെഹർ. ഒരൊറ്റ പേരാണ് കേട്ടോ, അതങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ആ പോയിന്റ് അവിടെ ആലോചിക്കുക. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കിക്കോളുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വിച്ച് ഫിലിം വോൺ ദ ബെസ്റ്റ് ഫിലിം അവാർഡ് അറ്റ് ഓസ്കാർ 2025. ഓസ്കാറിൽ വിച്ച് ഫിലിം വോൺ ദ ബെസ്റ്റ് ഫിലിം, 5ൽ കൂടുതൽ അവാർഡുകളോടെ ജയിച്ച് വന്ന ഫിലിം ഏതെന്നാണ് ചോദിക്കുന്നത്. കാറ്റഗറി വൈസിൽ ഏറ്റവും കൂടുതൽ അവാർഡ്സ് കിട്ടിയതും ബെസ്റ്റ് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് ഏത് ഫിലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അനോറയാണ് കേട്ടോ. അനോറ എന്ന് പറയുന്ന ഫിലിമിനാണ് ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിരിക്കുന്നത്. അനോറ എന്ന് പറയുന്ന ഒരു ഫിലിമിനാണ്. അപ്പോൾ ഈ ഒരു ഫിലിം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പഠിക്കണം? ബെസ്റ്റ് ആക്ടർ പഠിക്കണം, ബെസ്റ്റ് ആക്ട്രസ് പഠിക്കണം, ഡയറക്ടർ പഠിക്കണം. ഡയറക്ടർ പഠിക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിക്കുക. പിന്നെ ഫിലിമും പഠിക്കണം. ഫിലിം എന്താണ്? അനോറ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, അനോറ. നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അനോറ ഫിലിം കാണാനായിട്ട്. അപ്പോൾ ഫിലിം ഏതാണ്? അനോറയാണ്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അനോറ ഫിലിം കാണാനായിട്ട്.
ഡയറക്ടർ അപ്പോൾ ആരാണ്? ഡയറക്റ്റ് സീനായിട്ടുള്ള ഒരു ബേക്കറിയിൽ പോയി, ഡയറക്റ്റ് സീനായിട്ടുള്ള ഒരു ബേക്കറി പോവേണം സാധനങ്ങളൊക്കെ മേടിക്കുക അല്ലേ? ഫിലിം കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങണമല്ലോ, അങ്ങനെ ആലോചിക്കുക. അപ്പം ആ നോറ ഫിലിം കാണാനായിട്ട് ഡയറക്റ്റ് സീനിൻ്റെ ബേക്കറിയിൽ പോയി, അല്ലെങ്കിൽ സീനായിട്ടുള്ള ഒരു ബേക്കറിയിൽ പോയി. ബേക്കർ. അപ്പോൾ ആരാണ് ഡയറക്ടർ? സീൻ ബേക്കേഴ്സ് ആണ് ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് കേട്ടോ. സീൻ ബേക്കേഴ്സ് എന്ന് പറയുന്ന ആളാണ് ബെസ്റ്റ് ഡയറക്ടർ. ഇനി അടുത്ത്, അപ്പോൾ അവിടെ പോയപ്പോൾ എന്ത് ചെയ്തു? അവിടെ പോയപ്പോൾ മാഡായിട്ട് നിൽക്കുന്ന മിക്കി മാഡിസൺ എന്നുള്ള പേരിനാണ് മാഡായിട്ട് നിൽക്കുന്ന മിക്കിയെ കണ്ടു. മാഡായിട്ട് മിക്കി എന്തിനായിട്ടൊക്കെ കണ്ടു നിൽക്കുന്നത്? ആക്ടറിൻ്റെ ബോഡി ആയിട്ടുള്ള അഡ്രിയൻ്റെ ബോഡി കണ്ടു നിൽക്കുകയാണ്. അഡ്രിയൻ്റെ ബോഡി എന്നാലോചിക്കുക. അവിടെ പോയപ്പോൾ എന്ത് ചെയ്യണം? മാഡായിട്ട് മിക്കി എന്ത് ചെയ്യുകയാണ്? അവിടെ അഡ്രിയൻ്റെ ബോഡി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അഡ്രിയൻ്റെ ഫ്രണ്ടിനെ കൂട്ടാനാണ് പോയത്. അപ്പോൾ അഡ്രിയൻ്റെ ബോഡി കണ്ടുകൊണ്ട് നിൽക്കുന്ന മിക്കിയെയാണ് അവിടെ പോയപ്പോൾ കാണുന്നത്. ആര്? അനോറ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഫിലിം, ആ നോറ എന്ന് പറയുന്ന ഫിലിം, ആ നോറ ഫിലിം കാണാനായിട്ട് ഡയറക്റ്റ് സീനിൻ്റെ ബേക്കറിയിൽ പോയി. അവിടെ പോയപ്പോൾ മാഡായിട്ട് ആക്ട് ചെയ്ത് നിൽക്കുന്ന മിക്കിയെ കാണുകയാണ്. എന്ത് കണ്ടിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? അഡ്രിയൻ്റെ ബോഡി കണ്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് അഡ്രിയൻ ബ്രോഡിയാണ്. ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്ന മിക്കി മാഡിസൺ ആണ്. ഡയറക്ടർ സീൻ ബേക്കേഴ്സ് ആണ്. ഫിലിം അനോറയാണ്. അത്രയും പോയിന്റ് അവിടെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോഡ് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ പഠിക്കുമ്പോൾ കുറച്ച് ഓർമ്മയിൽ നിൽക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് വായിച്ച് പഠിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കോഡ് വൈസായാലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഇത്രയും 10 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ ഈ പറയുന്ന ബെസ്റ്റ് ആക്ട്രസും ബെസ്റ്റ് ഡയറക്ടറും ഒക്കെ എന്തിൻ്റെയാണ്? അനോറ ഫിലിമിൻ്റെയാണ്. പക്ഷേ ബെസ്റ്റ് ആക്ടർ മാത്രം ഏതിൻ്റെയാണ്? ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബ്രൂട്ടലായിട്ട് നിൽക്കുന്ന, അങ്ങനെ തന്നെ പഠിക്കുക. ബ്രൂട്ടലായിട്ട് ബോഡിയും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന അഡ്രിയനെയാണ് കാണുന്നതെന്ന് ആലോചിക്കുക. ബ്രൂട്ടലായിട്ട് അഡ്രിയൻ്റെ ബോഡിയും കണ്ടുകൊണ്ട് നിൽക്കുന്ന മിക്കിയാണ് അവിടെ പോയപ്പോൾ അവിടെ കാണുന്നത്. ആക്ട് എന്നുള്ളൊരു പേര് അവിടെ വരും കേട്ടോ. ആക്ട്രസ് ആണ് പിന്നെ ഉള്ളത്. ഓക്കെ, മിക്കി മാഡായിട്ട് അവിടെ അഡ്രിയൻ്റെ ബോഡിയും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ബ്രൂട്ടലായിട്ട് നിൽക്കുന്ന അഡ്രിയൻ്റെ ബോഡിയും കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? 10 ക്വസ്റ്റ്യനാണ് ആകെ പഠിച്ചത്. ആ 10 ക്വസ്റ്റ്യനിൽ കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞെങ്കിലും ആ പോയിന്റ്സ് എല്ലാം ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഇതിന് വേറൊരു സമയം യൂസ് ചെയ്യാതിരിക്കുക. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത്രയും കാര്യങ്ങളെങ്കിലും മാക്സിമം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ടാണ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്ത് പോകേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്